അങ്ങോട്ട് പോകുന്നവരേക്ക് ഞങ്ങൾ താമസിക്കുന്ന വെല്ലിംഗ്ടണിൽ നിന്ന് ഓൾമോസ്റ്റ് 350 കിലോമീറ്റർ ദൂരെയുള്ള, അതായത് ഒരു 4.25 മണിക്കൂർ ഡ്രൈവുള്ള ന്യൂ പ്ലമൗത്ത് എന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ ഇന്ന് ട്രാവൽ ചെയ്യുന്നത്. ടെക്നിക്കലി സ്പീക്കിംഗ്, ന്യൂസിലാൻഡ് എന്ന രാജ്യത്തെ നോർത്ത് ഐലൻഡ് എന്നും സൗത്ത് ഐലൻഡ് എന്നും ഡിവൈഡ് ചെയ്ത വെല്ലിംഗ്ടൺ ഈസ് ഇൻ ദ സദേൺ പാർട്ട് ഓഫ് നോർത്ത് ഐലൻഡ് ആൻഡ് വി ആർ ട്രാവലിംഗ് ടു ദ വെസ്റ്റ് കോസ്റ്റ് ഓഫ് നോർത്ത് ഐലൻഡ്. എന്തായാലും ഒരു യാത്ര പോവല്ലേ, സോ ഐ തോട്ട് ഓഫ് ബ്രിങ്ങിങ് യു ഗൈസ് അലോങ് വിത്ത് us. Let's see the beautiful landscapes of New Zealand. ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വാഷ്റൂം യൂസ് ചെയ്യാനായി ഞങ്ങൾ സൺസനിൽ നിർത്തി. നമ്മുടെ നാടിനെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെയൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടതും കംഫർട്ടായി തോന്നിയ കാര്യമാണ് പബ്ലിക് ടോയ്ലറ്റുകളുടെ അവൈലബിലിറ്റിയും അതിൻ്റെ ക്ലീനിനെസ്സും. ഫുഡൊക്കെ കഴിച്ച് ഒരു 1:45 ആയപ്പോൾ ഞങ്ങൾ ബേസിൻ ബൊട്ടാണിക് ഗാർഡനിലെത്തി. ഇത് വാങ്യൂവിന് ഉള്ള ഒരു റിക്രിയേഷൻ ആൻഡ് റിലാക്സേഷന് പറ്റിയിട്ടുള്ള ഗാർഡനാണ്. ആൻഡ് ഇറ്റ് ഈസ് എ ഡ്രൈവ് ത്രൂ ഗാർഡൻ. പക്ഷേ ഐ തിങ്ക് സ്പ്രിംഗ് ആയിരുന്നെങ്കിൽ ദിസ് വുഡ് ബി മോർ ബ്യൂട്ടിഫുൾ ടു സീ. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് അധികം അങ്ങനെ പൂക്കളൊന്നും കാണാൻ കഴിയുന്നില്ല. പക്ഷേ ഒരുപാട് മരങ്ങളും ചെടികളൊക്കെയായി നീണ്ടു നിവർന്ന് അങ്ങനെ കിടക്കുകയാണ് ഈ ഗാർഡൻ. അങ്ങ് ദൂരെ കാണുന്നതാണ് മൗണ്ട് തെർനാക്കി. നോർത്ത് ഐലൻഡിലെ സെക്കൻഡ് മോസ്റ്റ് ഹയസ്റ്റ് മൗണ്ടെയിൻ ആണ് മൗണ്ട് തെർനാക്കി. 2518 മീറ്റർ ഹൈറ്റ് ഉണ്ട്. മാത്രമല്ല ഇതൊരു ഡോർമന്റ് സ്ട്രാറ്റോ വൾക്കാനോ കൂടിയാണ്. അതായത് ഇപ്പോൾ കറന്റ്ലി ആക്റ്റീവ് അല്ലാത്ത വൾക്കാനോ, പക്ഷേ എപ്പോൾ വേണമെങ്കിലും ഇറപ്റ്റ് ചെയ്യാം. ഏകദേശം ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ന്യൂ പ്ലമൗത്തിൽ സ്റ്റേയിലെത്തി. ഞങ്ങൾ Airbnb ആണ് എടുത്തത്. നല്ല സ്റ്റേ ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ചു നേരം കിടന്നിറങ്ങി. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് ഇവിടെ രാത്രി 9 മണിയൊക്കെ ആവും സൺസെറ്റ് ചെയ്യാൻ. ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ ആദ്യം പോയത് റെവറവ ബ്രിഡ്ജ് കാണാനാണ്. സ്റ്റേയിൽ നിന്നും ഒരു 12 മിനിറ്റ് ഡ്രൈവ് ഉണ്ടായിരുന്നു ബ്രിഡ്ജിലേക്ക്. വൈവാക്കേഹോ റിവറിന് കുറുകെ ആയിട്ട് 2010 കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്ത ഒരു വെരി ഇൻട്രസ്റ്റിംഗ് ഷേപ്പിലുള്ള ബ്രിഡ്ജാണിത്. നല്ല രസമായിരുന്നു കാണാൻ. ഇന്നത്തെ അവസാനത്തെ സ്പോട്ട് പുക്കേഗുര പാർക്കായിരുന്നു. അവിടെ ലൈറ്റ് ഫെസ്റ്റിവൽ നടക്കുന്നത് കാണാൻ കൊണ്ടുപോകാമെന്ന് റിഗ എന്നോട് ന്യൂസിലാൻഡ് വന്നപ്പോഴേ പറയുമായിരുന്നു. 8:30 ആകുമ്പോഴാണ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ എൻട്രി ഫ്രീ ആണ്. ഒരു 120 ഏക്കറോളം പരന്നു കിടക്കുന്ന പാർക്ക് ആൻഡ് കുട്ടികൾക്ക് ഒരുപാട് റീക്രിയേഷൻ ആക്ടിവിറ്റികൾ ചെയ്യാൻ പറ്റുന്ന സ്ഥലം. പോരാത്തതിന് ലൈറ്റ് ഫെസ്റ്റിവൽ ആയതുകൊണ്ട് ഇറ്റ് ലുക്ക് മോർ ബ്യൂട്ടിഫുൾ. എല്ലാം കണ്ടു നടന്ന് വന്നപ്പോഴേക്കും ഓൾമോസ്റ്റ് 10:30 കഴിഞ്ഞു. ഒരു 10-10:30 ആയപ്പോഴേക്കും Airbnb ചെക്ക്ഔട്ട് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ന്യൂ പ്ലമൗത്തിന്റെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനുകളിൽ ഒന്നായ പരീറ്റിറ്റു റോക്കാണ് ആ കാണുന്നത്. 156 മീറ്റർ നീളമുള്ള അതിൽ 100 മീറ്ററും വെർട്ടിക്കൽ സ്റ്റീപ്പ് ആയിട്ടുള്ള ഈ മല കയറാൻ വെറും 15 മിനിറ്റ് മതിയെന്നാണ് ഗൂഗിൾ വരെ പറയുന്നത്. പക്ഷേ അതിൻ്റെ പാർക്കിങ്ങിൽ വണ്ടി വെച്ചിറങ്ങി നിന്ന പ്രഗ്യയോട് ഫുഡ് കഴിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ക്ഷീണമായി വീഴുമെന്ന് പറഞ്ഞ് രണ്ടാമതും തിരിച്ചു കൊണ്ടുപോയി ഫുഡ് കഴിച്ച് എന്നിട്ട് വന്നാണ് ഞങ്ങൾ മല കയറാൻ തുടങ്ങിയത്. മല കയറാനെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ഇങ്ങനെ ഡ്രസ് ചെയ്തിട്ട് വരുവായിരുന്നു. ചേഞ്ച് ചെയ്തിട്ട് വന്നാല് അതിന് കുറച്ച് സൺസ്ക്രീൻ ഇട്ടാ പോലെ. എന്നാ ഇത് മടക്കി വെക്ക്, ആൾക്കാർ നോക്കി ചിരിക്കും. ഇപ്പൊ
ആദ്യമൊക്കെ എളുപ്പമായിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത്തിരി പേടി വന്നു. വളരെ കുത്തനെയുള്ള കയറ്റമായി. എങ്ങനെയായാലും ഒരു 10-15 മിനിറ്റിൽ ഞങ്ങൾ അതിൻ്റെ മുകളിലെത്തി. വളരെ സന്തോഷം തോന്നി അപ്പോൾ. ചെറുതാണെങ്കിലും യു ഫൈനലി ഡിഡ് ഇറ്റ് എന്ന ഒരു ചെറിയ പ്രൗഡ് ഫീലിംഗ് ഒക്കെ വന്നു. എന്തായാലും ഈ കുട്ടി ട്രിപ്പ് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. ഒരു മൈൻഡ് റിഫ്രഷിംഗ് ആയിരുന്നു 2 days. And I really appreciate your support by watching this video. Thank you so much.